പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിലൂടെ അങ്ങ് അഭിഷേകവും സൗഖ്യവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ. ദാഹത്തോടെ അങ്ങയുടെ വചനം കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പാദാന്തികത്തിൽ സാവകാശം ഇരിക്കുവാനും വചനം മനനം ചെയ്യുവാനുമുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. എല്ലാ നൽവരങ്ങളാലും ഞങ്ങളെ അലങ്കരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദൈവജനനിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനം നമുക്ക് തന്നിട്ടുള്ള ആത്മീയ ബോധ്യങ്ങൾ, ആത്മീയ ഭക്ഷണം, ആത്മീയ നിറവ്, അത് അനിർവചനീയമാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്ത് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീക്ഷ്ണതയോടെ, ഏറ്റവും സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ വചനത്തെ നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. വചനം കണ്ടെത്തിയ മനുഷ്യർ പറയുന്നുണ്ട് ബൈബിളിൽ, ഞാനങ്ങ് ഇവിടുത്തെ വചനം കണ്ടെത്തി, അതെനിക്ക് ആനന്ദാമൃതമായി, അതെനിക്ക് ജീവ ഔഷധമായി എന്ന് ബൈബിളിൽ അനേകം വിശുദ്ധർ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈ ആനന്ദാമൃതം കണ്ടെത്തിയ ആ ഒരു സന്തോഷം, ഒരു ആത്മീയ അഭിഷേകം നമുക്ക് ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനാധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങളെയാണ് നാം എടുക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് സഭ വിളിക്കുന്നു. ദ മാഗ്നിഫിക്കാത്ത് ഓഫ് മേരി, മദർ ഓഫ് ഗോഡ്. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാഗ്നിഫിക്കാത്ത്, സ്തോത്രഗീതം. ബൈബിൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ സന്തോഷിക്കുന്നവൻ പാട്ട് പാടട്ടെ, ദുഃഖിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വിഷമസന്ധിയിലാണെങ്കിൽ നമ്മൾ കണ്ണു നിറഞ്ഞ് മനമൊക്കെ ഉരുകി പ്രാർത്ഥിക്കാൻ ബൈബിൾ പറയുകയാണ്. കാരണം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവൻ പ്രാർത്ഥനയിലൂടെ അതിനെ അതിജീവിക്കാൻ കഴിയും. എന്നാൽ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ, നാം ആ സന്തോഷത്തിൽ നിറയുമ്പോൾ എപ്പോഴും ഓർക്കുക, വചനം നമുക്ക് തരുന്ന ഒരു ഉപദേശം, പാട്ടും പാടി ദൈവത്തെ സ്തുതിക്കുക. ഒരു തമാശ കേട്ടാൽ നമ്മൾ ചിരിക്കാറില്ലേ? നല്ലൊരു ഭക്ഷണം കണ്ടാൽ നമ്മൾ ആസ്വദിക്കാറില്ലേ, ഭക്ഷിക്കാറില്ലേ? അതുപോലെ ജീവിതത്തിൽ സന്തോഷം വരുന്ന ഓരോ മുഹൂർത്തത്തിലും ദൈവത്തെ സ്തോത്രഗീതം പാടി സ്തുതിക്കാൻ ബൈബിള് നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ എത്രയോ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു വിവാഹം നടക്കുന്നത്, ജോലി കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ വിദേശങ്ങളിലേക്ക് പോകുന്നത്, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, അവരുടെ ബർത്ത്ഡേ വരുന്നത്, വെഡിങ് ആനിവേഴ്സറീസ്, മാതാപിതാക്കളുടെ വെഡിങ് ആനിവേഴ്സറീസ്, അല്ലെങ്കിൽ അവരുടെ 25-ാം വിവാഹ വാർഷികം, 60-ാം ജന്മദിനം, 70-ാം ജന്മദിനം, ഇതൊക്കെ വലിയ സന്തോഷത്തോടുകൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇവിടേക്കാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രഗീതം പാടി അത് സെലിബ്രേറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? ഇവിടെയാണ് ഒരു മഹിളാരത്നം, ഒരു ധീരവനിത നമുക്ക് വചനത്തിൽ നിന്ന് മാതൃകയുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പരിശുദ്ധ കന്യാമറിയമാണ് അത്. ജീവിതത്തിൽ അവൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അവൾ സ്വീകരിച്ചപ്പോൾ അവൾ പാട്ടും പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. പാട്ടുപാടി സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ സന്തോഷമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, അത് ദൈവത്തോട് ചേർത്ത് നമ്മൾ ആസ്വദിക്കണം എന്നുള്ളതാണ്. വിഷമകരമായ ജീവിതത്തിലൂടെ പോകുമ്പോൾ കരഞ്ഞ് ഹൃദയമുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. സന്തോഷകരമായ ജീവിതാനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രഗീതം പാടി അത് ദൈവത്തോട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക. വലിയ ജീവിതാനുഭവമാണ് ഇത്, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ മറിയം ജീവിതത്തിൽ ഒരു മനുഷ്യനും കിട്ടാത്ത വലിയൊരു ഭാഗ്യം സിദ്ധിച്ചവളാണ്.
ലോകത്തിലെ വലിയൊരു ചോദ്യമാണ്, ഒരു പുരുഷൻ്റെ സ്പർശനമേക്കാതെ ഒരു കുഞ്ഞിനെങ്ങനെ ജന്മം കൊടുക്കും? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് ദൂതൻ ദൈവം കൊടുത്ത റെമഡി അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരുന്നതും അത്യുന്നതൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കുന്നതും കണ്ട് അവളുടെ ഉദരം ഒരു ശിശുവിനെ ഗർഭം ധരിക്കുമ്പോൾ ആ സന്തോഷം പങ്കിടാൻ അവൾ മലമ്പ്രദേശങ്ങൾ താണ്ടി മലമ്പ്രദേശത്തുകൂടെ അവൾ തൻ്റെ ഇളയമയുടെ അടുക്കിലേക്ക് പോവുകയാണ്. 3 മാസം അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യാനാണ് മറിയം പോകുന്നത്. ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കണം. മലമ്പ്രദേശങ്ങളിലൂടെ, വിജനമായ പ്രദേശങ്ങളിലൂടെ അവൾ കുന്നും മലയും താണ്ടിയാണ് പോകുന്നത്. അവൾക്ക് ലഭിച്ച ഒരു ധൈര്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ സുവിശേഷം വേറൊരാൾക്ക് പങ്ക് വെച്ച് കൊടുക്കാൻ, മറ്റൊരാളെ ശുശ്രൂഷിക്കാൻ, അത് ദൈവശുശ്രൂഷയാക്കാൻ എന്തോരം മലകൾ താണ്ടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തോരം സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചു. ഇത് നടക്കേണ്ട കാര്യമൊന്നുമില്ല, വാഹനങ്ങളുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള വാഹനം പോലും ഈ ദൈവശുശ്രൂഷയ്ക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കാലുകളെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെയാണ് മറിയം നമ്മുടെ മുമ്പിൽ മറ്റൊരു മാതൃകയുമായി വരുന്നത് സഹോദരങ്ങളെ. അങ്ങനെ അവൾ എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇന്നും വിശുദ്ധ നാട്ടിൽ പോയാൽ എലിസബത്തിൻ്റെ ഭവനം അവിടെയുണ്ട്. യോഹന്നാനെ കൺസീവ് ചെയ്യുന്ന ആ സ്ഥലം നമുക്ക് അവിടെ പോകാൻ കഴിയും. അവിടെ മനോഹരമായ ദേവാലയമുണ്ട്. അവിടെ പോയി വിശുദ്ധ ബലിയർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ സന്ദർശിക്കാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അപ്പോൾ 2 വീടുകൾ സക്കറിയ പ്രവാചകനുണ്ട്. അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൻ്റെ ഹൈ പ്രീസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2 വീടുകൾ, സമ്മർ ഹൗസുണ്ട്, വിൻ്റർ ഹൗസുണ്ട്. ചൂടുകാലം വരുമ്പോൾ അവർ താഴേക്ക് വരും. വെള്ളത്തിനൊക്കെ പ്രശ്നമുള്ള സമയമാണ്. അതുകൊണ്ട് അവർ താഴെ വിൻ്റർ ഹൗസിൽ അവിടെ താഴെ വന്നിട്ടാണ്, താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. തണുപ്പുള്ളപ്പോൾ അവർ ആ മലയുടെ മുകളിലെ പ്രധാനപ്പെട്ട വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ മറിയം പാരമ്പര്യങ്ങളൊക്കെ പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഗൈഡുമാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അത് മറിയം ഇങ്ങനെ വലിയ നിശ്ചയമൊന്നുമില്ല, അങ്ങനെ സ്ഥിരം പോകുന്നൊരു വീടല്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ അവൾ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ലഭിച്ച, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച ഒരു ഉൾക്കാഴ്ചയാണ്, നിൻ്റെ ഇളയമ്മയെ പോയി സന്ദർശിക്കുക, ഒരു വലിയ ദൈവാനുഭവത്തിന് ശുശ്രൂഷയ്ക്കും നിനക്ക് ദൈവം വേദിയൊരുക്കുന്നു. ഇത് കേട്ട മാത്രയിൽ അവൾ ചാടിപ്പുറപ്പെടുകയാണ്. മറ്റൊന്നും അവളുടെ മുമ്പിലില്ല. അങ്ങനെ തൻ്റെ ഇളയമ്മയെ തേടി പോകുമ്പോൾ പാരമ്പര്യങ്ങളൊക്കെ പറയുന്നത് അവൾ ചെന്ന് സാധാരണ സ്ത്രീകളെ അന്വേഷിച്ച് കിണറ്റിൻകരയിലാണ് ചെല്ലുന്നത്. സ്ത്രീകൾ മിക്കവാറും കിണറ്റിൻകരകളിലൊക്കെ ആയിരിക്കും. ആടിന്, മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കണം, വസ്ത്രം കഴുകണം, കുളിക്കാൻ, ഇങ്ങനെയൊക്കെ വെള്ളം കോരും നല്ലൊരു സമയം അവർ കിണറ്റിൻകരയുടെ ഭാഗങ്ങളിലായിരിക്കും. അപ്പോൾ അവിടേക്ക് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അറിയുന്നത് മറിയം മുകളിലത്തെ വീട്ടിലാണ് താമസിക്കുന്നത്, വിൻ്റർ ഹൗസിലാണ് താമസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു മല കൂടി കയറി മുകളിൽ ചെല്ലുകയാണ്. അവിടെ വെച്ച് ഈ 2 സ്ത്രീകൾ കാണുന്നു. അധികം ആരും അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ എലിസബത്തും മറിയവും മാത്രമേ ഉള്ളൂ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതലാണ് ഈ സ്തോത്രഗീതം ആരംഭിക്കുന്നത്. എലിസബത്തിനെ കണ്ട മാത്രയിൽ ആത്മാവിൽ നിറഞ്ഞ് മറിയം അഭിവാദനങ്ങൾ, അവളുടെ അധരത്തിൽ നിന്ന് അഭിവാദന സ്വരങ്ങൾ പുറപ്പെടുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് ലൂക്കോസ് 1-ാം അധ്യായം 46-ാം തിരുവചനം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയം ആദ്യം പറഞ്ഞ സ്തോത്രഗീതമാണിത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എത്ര താളാത്മകമായിട്ടാണ്, എത്ര ആത്മാവിൻ്റെ രാഗത്തിലാണ് അവൾ പാടുന്നത്. ഈ സ്തോത്രഗീതത്തെ നിങ്ങളെടുത്താൽ 2000 വർഷങ്ങളോളമായ ക്രിസ്തീയ സഭയിലെ ഏറ്റവും പ്രാചീനമായ 8 പ്രധാനപ്പെട്ട ഹിമ്മുകളിൽ ഒന്നാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട 8 ക്രിസ്ത്യൻ സോങ്ങുകളിൽ ഒരു ഹിമ്മാണ് ഈ മാഗ്നിഫിക്കാത്ത്, മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതുപോലെ തന്നെ ഇത് ആദ്യത്തെ മരിയൻ ഹിമ്മുമാണ്. മറിയത്തെക്കുറിച്ച് പറയുന്ന ധാരാളം ഭാഗങ്ങൾ അവിടെയുണ്ട്. അവളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവൾ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന സന്ദേശങ്ങളാണ് അത് മറിയം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാഗ്നിഫിക്കാത്ത് സ്തോത്രഗീതം വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ബൈബിളിലെ, അത് മറന്നു പോകരുത്.
ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ പ്രാപിക്കുമ്പോൾ. മോശയുടെ സഹോദരി മിറിയാം അവർ എല്ലാ തടസ്സങ്ങളും കടന്ന് മുന്നോട്ട് വരുമ്പോൾ അവൾ തപ്പെടുത്ത് ദൈവത്തിന് സ്തോത്രഗീതം പാടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമുവേലിനെ ലഭിക്കുമ്പോൾ അന്ന, സാമുവേലിൻ്റെ അമ്മ സ്തോത്രഗീതം തീർക്കുന്നുണ്ട്, ദൈവത്തിന് മുമ്പിൽ സ്തോത്രം പാടുന്നുണ്ട്. ഇപ്പോൾ ഇതാ പരിശുദ്ധ മറിയവും സ്തോത്രം പാടുകയാണ്. അപ്പോൾ നോക്കിക്കോൾ, ആദ്യത്തെ വരികൾ നോക്കിക്കേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വലിയൊരു ചോദ്യം മറിയം ഇവിടെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? നമ്മളൊക്കെ പലപ്പോഴും തൊലിപ്പുറത്തെ അധരവ്യായാമമായി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തീരുന്നില്ലേ? ഒരു വികാരവുമില്ലാതെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ചങ്കിൽ നിന്നും ഉതിരുന്ന പ്രാർത്ഥനകൾ ഇന്ന് ആർക്കുണ്ട് പ്രിയപ്പെട്ടവർ? എത്ര പേരുണ്ട് ചങ്ക് തകർന്ന് വേറൊരാളുടെ നിസ്സഹായാവസ്ഥയിൽ, വേറൊരാളുടെ പാപാവസ്ഥയിൽ അവന് വേണ്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? വികാരങ്ങളോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? വെറുതെ നമ്മൾ കുറേ എഴുതി പിടിപ്പിച്ച മനഃപ്പാഠമാക്കിയ കുറേ പ്രാർത്ഥനകൾ ഉരുവിടുന്നു എന്നതിനപ്പുറത്തേക്ക് മറിയം നമുക്ക് പറഞ്ഞു തരികയാണ്, ലൂക്ക 1:46, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിലാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് ആത്മാവിലാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുമാണ് പ്രാർത്ഥന വരേണ്ടത്. ആരാധിക്കുമ്പോൾ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. അതാണ് യോഹന്നാൻ 4 ഈശോ പറയുന്നുണ്ട്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം മറിയം നമുക്ക് തരുന്ന വലിയ ഒരു സന്ദേശം ഇതാ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രവചിക്കുക. മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ രക്ഷകനായ ദൈവത്തിൻ്റെ, അതിഭയങ്കരനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നിപ്പും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും ആത്മാവിൽ നിറഞ്ഞതായിരിക്കണം. രണ്ടാമത്തത് ചിത്തം, മനസ്സ്. എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പോരെ, നമുക്കെന്തോരം വിഷമമാണ്, എന്തോരം പരാതികളാണ് പ്രിയപ്പെട്ടത്. ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ അതില്ല ഇതില്ല എന്തോത്തിനൊക്കെ നമ്മൾ പരാതി പറയാറുണ്ടല്ലേ. എനിക്കത് തന്നില്ല, തന്നതിനെക്കുറിച്ചും തിന്നതിനെക്കുറിച്ചും ഒന്നും നമ്മൾ പറയാറില്ല, തരാത്തതിനെക്കുറിച്ച് പരാതിയാണ്. എന്തോരം കാര്യങ്ങളാണ്, എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല. അവസാനം ബാങ്ക് റേറ്റ് പലിശ കുറഞ്ഞതുവരെ നമ്മുടെ പ്രാർത്ഥനയിൽ പരാതിയായിട്ട് വരുന്നു. എവിടെ നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ മൂല്യം? നമ്മുടെ സന്തോഷം ദൈവസന്നിധിയിൽ എവിടെ നിൽക്കുന്നു? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ബൈബിൾ തരുന്ന ഒരു ഉപദേശമുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആത്മാവിൽ ആനന്ദിക്കുവിൻ. അഗെയിൻ ഐ ആം സേയിങ് റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുകൊണ്ട് മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച്, ഹൃദയം ദൈവത്തിൽ അർപ്പിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ നമ്മുടെ ആരാധനകളൊക്കെ ശുഷ്കമായി പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി മറിയം ഇവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് താഴോട്ട് വരികയാണ്. സ്തോത്രഗീതത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ, ലൂക്കാ സുവിശേഷം 1:49 വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ അവിടുന്ന് പറയുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അപ്പോൾ മറിയം ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നോക്കണം, ഞാൻ ഒരു സ്ത്രീ മാത്രമേ അവിടെയുള്ളൂ. അവിടെ സക്കറിയായുടെ ജീവിത പങ്കാളി എലിശ പുണ്യവതി മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ഒരു വിസിറ്റ് മറിയം നടത്തുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന സാക്ഷ്യം നോക്കിക്കേ. എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ ദൈവം നമ്മളെ നടത്തി, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ശക്തി എത്ര ഉന്നതമാണ്, ഇതെല്ലാം മറിയം പറയുകയാണ്. എന്തോരം വിസിറ്റുകൾ നമ്മൾ നടത്താറുണ്ട് പ്രിയപ്പെട്ടവർ. എന്തോരം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ കയറി ഇറങ്ങിപ്പോകും, രുചികരമായ ഭക്ഷണം കഴിച്ച് അവിടെ നമ്മുടെ വീട്ടിലില്ലാത്ത ചെടികളുണ്ടെങ്കിൽ അത് ശേഖരിച്ച് നമ്മൾ മടങ്ങി വരുന്നതല്ലാതെ നമ്മുടെ ഈ വിസിറ്റുകൾക്കൊക്കെ, ഈ വിസിറ്റേഷൻസിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ദൈവത്തെ കൊടുത്തിട്ടുണ്ടോ? മറിയം അതാണ് മലമ്പ്രദേശം താണ്ടി സക്കറിയായുടെ വീട്ടിലെത്തുമ്പോൾ എലിസബത്തിന് കൊടുക്കുന്നത് ഈ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവർ. എൻ്റെ ദൈവം ശക്തനാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മാത്രയിൽ നമ്മൾ മനസ്സിലാക്കണം, എലിസബത്തിൻ്റെ ഉദരം നിറയുകയാണ്, ആത്മാവിൽ നിറയുകയാണ്. ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ ആത്മാവിൽ കുതിച്ചുചാടുകയാണ്. ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് പോലും ഈ ഒരു അനുഭവം കൊടുക്കാൻ മറിയത്തിന് കഴിഞ്ഞു. ഒരു അഭിവാദനത്തിലൂടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുകയാണ്. അപ്പം
ലൂക്ക 1-ാം അധ്യായം 49-ാം തിരുവചനം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും മറിയം നമ്മളെ അറിയിക്കുകയാണ് ദൈവത്തെക്കുറിച്ച്. ഒന്ന്, എൻ്റെ ദൈവം ശക്തനാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവം ശക്തനാണ്. 2, എൻ്റെ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഈ ഭാഗങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവം എത്ര ശക്തനാണ് അത് അനുഭവിച്ചറിയണം. ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പണ്ടൊരച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു, ആ ഒരു ബ്രദർ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല, എൻ്റെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കണം. ദൈവം എത്ര ഓൾമൈറ്റി ലോർഡ്, ദൈവം എത്ര ശക്തനാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ ഇഷ്ടം പോലെ ബൈബിളിലുണ്ട്. അവർ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിറഞ്ഞു പാടുന്നുണ്ട് പ്രിയപ്പെട്ടവർ. 94-ാം സങ്കീർത്തനം 22-ാം തിരുവചനം, സങ്കീർത്തനം 94:22 ദാവീദ് രാജാവ് പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, കർത്താവ് ദ ലോർഡ് ഈസ് മൈ സ്ട്രോങ് ഹോൾഡ്, കർത്താവിൻ്റെ പവർ ഹൗസാണ്, എൻ്റെ ശക്തിയുടെ കേന്ദ്രമാണ് ഈ ദൈവമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ 68-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാം തിരുവചനം, Psalm 68:28 അവിടെ ദാവീദ് പറയുകയാണ്, ദാവീദ് ആർത്തുപാടുകയാണ്, ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ദൈവമേ നിൻ്റെ ശക്തി പ്രകടിപ്പിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമേ നിൻ്റെ ശക്തി പ്രകടിപ്പിക്കണമേ. കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് തരുമെന്ന്, ദൈവം തൻ്റെ ശക്തി തൻ്റെ മേൽ അയക്കുമെന്ന് അറിയുന്ന മനുഷ്യൻ, അനുഭവിച്ചറിഞ്ഞ മനുഷ്യനാണ് ദാവീദ്. വീണ്ടും സങ്കീർത്തനം 68:34 ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഏറ്റു പറയുവിൻ, അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. 3 കാര്യങ്ങൾ ദാവീദ് പറയുകയാണ് 68-ാം സങ്കീർത്തനം 34. ദൈവത്തിൻ്റെ ശക്തി ഏറ്റു പറയുവിൻ, അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ആകാശങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനാണ് ദാവീദ് രാജാവ്. നമ്മളൊക്കെ ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ചെയറിൽ, നമ്മുടെ ടേബിളിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടത്തൊക്കെ ദൈവത്തിൻ്റെ ശക്തി നമ്മളറിയാതെ പറന്നു നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ, പ്രവഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി പറന്നു നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന, സഞ്ചരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? ആകാശങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നത് കണ്ട മനുഷ്യനാണ് ദാവീദ്. ഒരു കൊല്ലിയാൻ ആകാശത്ത് മിന്നും നമ്മൾ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി ആകാശത്തൂടെ പ്രവഹിക്കുന്നത് കണ്ട മനുഷ്യനാണ് ദാവീദ്. 1 സാമുവേൽ 17-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. ഒരു മല്ലൻ അവിടെ നിറഞ്ഞാടുകയാണ്. 40 ദിവസമായി ഫിലിസ്തീനായ ഒരു മല്ലൻ, 6 അടി നീളവും 1 ചാൺ മുഴം പൊക്കവുമുള്ള ഒരു മല്ലനായ മനുഷ്യൻ, 6,000 ഷെക്കൽ തൂക്കമുള്ള പടച്ചട്ടകളൊക്കെയാണിത്. അവൻ്റെ കുന്തത്തിന്, അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുന്തമുനയ്ക്ക് 600 ഷെക്കൽ ഭാരമുണ്ട്. അവൻ വെല്ലുവിളിക്കുകയാണ്, അപ്പന് പറഞ്ഞവർ വല്ലതും ഉണ്ടെങ്കിൽ അപ്പുറത്തൊന്ന് വാടാ. ഇസ്രായേൽ മക്കളൊക്കെ ഓടുകയാണ്. ദാവീദ് തൻ്റെ സഹോദരന്മാർക്ക് എന്തോ ഭക്ഷണ പദാർത്ഥവും കാര്യങ്ങളുമായിട്ട് വന്നതാണ്. ഇവനിത് കേട്ടു, അവന് സഹിച്ചില്ല. ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് ഈ ഇസ്രായേൽ മക്കളെ നിന്ദിക്കുന്നത്. അവൻ്റെ ആകാര വടിവൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓടിപ്പോവുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ രക്തം തിളയ്ക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തെയാണ് അവൻ പരിഹസിക്കുന്നത്, എൻ്റെ ദൈവത്തെയാണ് അവൻ ചെറുതാക്കുന്നത്. അവൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് എന്തറിയാം? ജീവിക്കുന്ന സേനകളുടെ ദൈവത്തെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദത്തിന് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവനൊരു ചാൻസ് ചോദിക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളുടെ അടുക്കൽ നിന്നവരോട്, അവസാനം രാജാവിൻ്റെ അടുക്കലൊക്കെ പോയി ഒരു ചാൻസ് എനിക്കിതാ. രാജാവൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ അപ്പന് നിന്നെ നഷ്ടപ്പെടുമെന്നല്ലാതെ എൻ്റെ മോനെ നിൻ്റെ ചോരത്തളപ്പിന് നീ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. ഒരു ചാൻസ് അവൻ ചോദിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അവനത് പറയുന്നത്. 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 35-ാം തിരുവചനം, ഞാൻ ആടുകളെയും കൊണ്ട് വനാന്തരങ്ങളിൽ പോകുമ്പോൾ സിംഹമോ കരടിയോ വന്ന് ഏതെങ്കിലും ഒരാടിനെ പിടിച്ചാൽ ഞാൻ ഈ ആടിനെ തിരിച്ചു എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ പിന്തുടരും, ഇതിൻ്റെ പിന്നാലെ പോയി ഞാൻ അതിനെ പിടിച്ചു കൊണ്ടുവരും. ഇനിയും എന്തെങ്കിലും അതെന്നെ എതിർത്ത് നിന്നാൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് ഈ സിംഹത്തെയും കരടിയും കൊന്നിട്ടുണ്ട്. അങ്ങനെ സിംഹത്തെയും കരടിയും കൊന്നവനാണ് അങ്ങയുടെ ദാസൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് ആടിനെ രക്ഷിച്ചത് ഞാനാണ്. അവിടെ അദ്ദേഹം പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നാൽ എന്നെ ഈ സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ചത് സർവ്വശക്തനായ ദൈവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇറങ്ങുകയാണ്.
ഒരു കല്ല് മാത്രമേ അവന് വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് ഈ ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്ക് അവൻ ആഞ്ഞ് തറക്കുകയാണ്. ദൈവം വാഴ്ത്തിക്കൊടുത്ത ഒരു കല്ല്, ദൈവത്തോട് അപേക്ഷിച്ചിട്ട് അവനൊരു കല്ലെടുത്തു, ദൈവം അതിനെ വാഴ്ത്തി അവൻ്റെ കയ്യിൽ കൊടുത്തു. അത് അന്തരീക്ഷത്തിലൂടെ പാഞ്ഞ് ശത്രുവിൻ്റെ നെറ്റിക്ക് വീഴുന്നതും അവൻ തലകുത്തി വീഴുന്നതും ആണ് അടുത്ത് നടക്കുന്നത്. അവൻ്റെ ഗോലിയാത്തിൻ്റെ അരയിൽ കിടന്ന വാളെടുത്ത് തന്നെ അവൻ്റെ തല വെട്ടി അവൻ്റെ ശിരസ്സെടുത്ത് രാജാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇതാ പ്രിയപ്പെട്ടവരെ, ആകാശങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കണ്ട മനുഷ്യരുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ശക്തി എന്തോരം കണ്ടു. ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാനിട വരട്ടെ. അതുകൊണ്ട് സർവശക്തനായത് യോശുവയെ നിങ്ങൾ നോക്കി, യോശുവയുടെ പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യോശുവ സൂര്യനെയും ചന്ദ്രനെയും തടഞ്ഞു നിർത്തുന്നുണ്ട്. നിങ്ങൾ അയ്യലോൺ താഴ്വരയിൽ നിൽക്കുക, നിങ്ങൾ അനങ്ങരുതെന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവൻ സൂര്യനോ ചന്ദ്രനോ അനങ്ങുന്നില്ല. ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ച് അതുപോലൊരു ദിവസം വേറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാക്ക് കേട്ട് ദൈവത്തെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. ആ ഒരു ആത്മബന്ധവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വേണം. നിൻ്റെ ദൈവം ശക്തനാണ്, എൻ്റെ ദൈവം ശക്തനാണ്, ഇത് മറ്റുള്ളവരോട് പറയണം. രണ്ടാമത്തതാണ്, വൻകാര്യങ്ങൾ എനിക്ക് ചെയ്യുന്ന ദൈവം. വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നത്, അത്യുന്നതൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കുന്നത് എലിസബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മറിയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുദിനം ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാറുണ്ട്. ഓരോ ദിവസവും സാക്ഷ്യമില്ലാത്തൊരു ദിവസമില്ല. പക്ഷേ അത് നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടോ? അത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? മറ്റാളോട് അത് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ജീവിതം ദൈവത്തെ കണ്ടുമുട്ടിയ ദിവ്യാനുഭവത്തിൽ നിറയണം. എൻ്റെ ദൈവം ശക്തനാണ് എന്ന് സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, ചാർച്ചക്കാരോട്, സ്നേഹിതരോട്, അയൽക്കാരോട് വിളിച്ചു പറയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് മറിയത്തെ പോലെ ഉണ്ടാകട്ടെ. 2, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തവനാണ്. ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത നന്മകൾ, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ വിളിച്ചു പറയണം, മറ്റാളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യണം. അപ്പോഴാണ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഏത് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവന് ഏത് ശത്രുവും അവൻ്റെ മുമ്പിൽ വീഴും. പ്രിയപ്പെട്ടവർ, ആ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. എപ്പോഴും ദൈവത്തിന് മുമ്പിൽ സ്തോത്രം പാടാനൊരു പാട്ടുണ്ടാകട്ടെ. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് ദാവീദ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ ഇത് തന്നെ പറയണം, ഇന്ന് നീ എന്നെ അനുഗ്രഹിച്ചതുപോലെ, ഇന്ന് നീ എന്നെ അഭിഷേകം ചെയ്തതുപോലെ കർത്താവേ വേറൊരു ദിവസം ഉണ്ടായിട്ടില്ലല്ലോ. അത് ഒരുപക്ഷെ സഹനമാകാം. ആ സഹനത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു ഒരു അമൂല്യമായ കാര്യം മാറ്റിവെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൃപാവരങ്ങളാൽ നിറയുക. ദൈവത്തിൻ്റെ ശക്തി ആ അന്തരീക്ഷത്തിലും ആകാശഗോളങ്ങളിലും ഉണ്ട്. യെശ്രൂനിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിയമാവർത്തനം 33 നമ്മൾ വായിക്കുന്നുണ്ട്. യെശ്രൂനിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, അവിടുന്ന് നിന്നെ രക്ഷിക്കുവാൻ അനന്തവിഹായസിലൂടെ മഹത്വപൂർണനായി സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയണം. മറിയത്തിന് അത് കഴിഞ്ഞതുകൊണ്ട് ഇന്നും മറിയം അനുസ്മരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അൾത്താരയിൽ അവൾ വണങ്ങപ്പെടുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറഞ്ഞവളാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുക. 2, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വൻകാര്യം ചെയ്ത ഒരു ദൈവമുണ്ട്. വ്യക്തിപരമായ സാക്ഷ്യങ്ങളിൽ നിറഞ്ഞ് അത് പങ്കുവയ്ക്കുക. സാക്ഷ്യമുള്ള ജീവിതത്തിന് ഇറങ്ങുക. മറിയത്തെ പോലെ നമുക്കും അനുഗ്രഹിക്കപ്പെടാം. ഇനിയും സന്തോഷത്തിൻ്റെ ഒരു പാട്ട്, ഒരു സ്തോത്രഗീതം എപ്പോഴും നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടാകട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൂക്ക 1:46. ഓരോ കുർബാനയിലും, ഓരോ സന്ധ്യാപ്രാർത്ഥനയിലും, ഓരോ ഭവനത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ ആരാധിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മറിയത്തെ പോലെ നമ്മളും അനുഗ്രഹിക്കപ്പെടും. എലിസബത്തിൻ്റെ അടുക്കിലേക്ക് മറിയം ചെന്ന് ദൈവാനുഭവം പങ്കുവെച്ചപ്പോൾ അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളിലൂടെ പരിശുദ്ധാത്മാവിൽ നിറയാൻ എത്രയോ കുടുംബങ്ങൾ ഇന്ന് വരൾച്ചയിലാണ്. അവിടേക്ക് മലമ്പ്രദേശങ്ങൾ താണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത്, ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, നല്ല മിഷണറിമാരായി, നല്ല റീച്ച് ഔട്ട് മിനിസ്ട്രിക്കാരായി, നല്ല പ്രേക്ഷിതരായി, നല്ല വചനപ്രഘോഷകരായി നമുക്ക് മാറാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ദൈവം ശക്തനാണ്. നിൻ്റെ ദൈവം വ്യക്തിപരമായി നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവാനുഗ്രഹത്താൽ നമുക്ക് നിറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com